ഇന്ന് ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് ഡേയുടെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഫോട്ടോഷൂട്ടായിരുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടും. കോതമംഗലം തട്ടേക്കാട് സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ യാത്ര. ഹെയ്സും ഷിലുവും പതിവ് യാത്രയിലുള്ള കളിയും ചിരിയും വഴക്കും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഹെയ്ഡൂനും ചെറിയൊരു വഴക്കാണ്, അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഒരു ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പോകുന്ന വഴി കോതമംഗലം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കുളമാവുമോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഒരു മഴയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയ്യുമ്പോൾ വളരെ ശക്തിയായിട്ട് പെയ്യുകയും പിന്നെ അത് തോരുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോഴത്തെ മഴയ്ക്ക്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, മഴ മാറും, ഞങ്ങൾക്ക് ഫോട്ടോഷൂട്ടൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ യാത്ര. ഇനി മഴ പെയ്താലും ഫോട്ടോഷൂട്ടിന് ചേരുന്ന ഒരു കുടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോരിച്ചൊരിയുന്ന ഈ മഴയത്ത് ഈ വനത്തിലൂടെ യാത്ര ചെയ്യാൻ തന്നെ വളരെ നല്ല രസമായിരുന്നു. ഇത് തട്ടേക്കാട് പാലത്തിന് തൊട്ട് മുമ്പുള്ള ഒരു പ്രദേശമാണ്. ഇതാണ് സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്ന് കരുതി ആൾക്കാർ അവിടെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇവിടെയും ഫോട്ടോ എടുക്കാൻ നല്ലതാണ്. പക്ഷേ ശരിക്കുമുള്ള സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇതാണ്. വളരെ ഭംഗിയേറിയൊരു സ്ഥലമാണിത്. ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ തട്ടേക്കാട് പാലം കഴിഞ്ഞ് ഒരു 2 കിലോമീറ്ററോളം പിന്നെയും യാത്ര ചെയ്യണം. ഇലക്ട്രിക് പോസ്റ്റ് നോക്കി വരികയാണെങ്കിൽ എളുപ്പമുണ്ട്. 73 എന്ന് നമ്പർ ഇട്ടിട്ടുള്ള പോസ്റ്റ് കഴിഞ്ഞ് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് വരേണ്ടത്. റോഡിൽ തന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഒരു 100-150 മീറ്റർ അവിടെ നിന്ന് ഇറങ്ങി നടക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ പ്രദേശത്ത് എത്തിച്ചേരാൻ പറ്റും. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട്. അന്ന് ഈ പ്രദേശം ഇങ്ങനെയേ അല്ലായിരുന്നു. ഇവിടെ മൊത്തം വെള്ളം കയറി കിടക്കുകയായിരുന്നു. വീക്കെൻഡ് അത്യാവശ്യം ക്രൗഡഡ് ആണ്. കണ്ണെത്താ ദൂരത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുകയാണ്. അധികം ക്രൗഡഡ് അല്ലാത്ത ഒരു സ്പോട്ട് നോക്കി ഞങ്ങൾ പോവുകയാണ്. ഈ അരുവികളൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. അങ്ങനെ ഈ അരുവികളൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ അധികം ക്രൗഡഡ് അല്ലാത്ത ഒരു സ്പേസ് നോക്കി കണ്ടുപിടിച്ചു. ചെറിയൊരു അരുവിയും അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ കിട്ടാൻ പാകത്തിനുള്ള ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഇവിടെ കണ്ടാൽ തന്നെ അറിയാം, നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഷിലുവും ബിബിലും ഹെയ്ഡുമാണ് ആദ്യം ഫോട്ടോ എടുക്കുന്നത്. ക്യാമറാമാനും അസിസ്റ്റൻറ്റും ഒക്കെ ഉണ്ട് അവിടെ. ഞങ്ങളും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കുറേ ഫോട്ടോസ് എടുത്തു. ഹെയ്ഡു ചെറുതായതുകൊണ്ട് അവൻ അടങ്ങിയിരിക്കില്ല. അവനെപ്പോഴും അതിലെ ഓട്ടവും പാച്ചിലും ഒക്കെ ആയിരിക്കും. ഹെയ്സുവിനെ എങ്ങനെയും പറഞ്ഞ് ഇരുത്താൻ പറ്റും. പക്ഷേ ഹെയ്ഡു അങ്ങനെയല്ല, അവനിങ്ങനെ ഓടി കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ്റെ പുറകെ നടക്കാൻ തന്നെ ഒരാൾ വേണം. അവൻ്റെ ആദ്യത്തെ വഴക്കൊക്കെ അതിലെ കുറേ നേരം ഓടി കളിച്ചപ്പോഴത്തേക്കും മാറി. ബിബിലിൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ. ഷിലുവിൻ്റെ മെറ്റേണിറ്റി ഷൂട്ടിനും ഒക്കെ ഇവർ തന്നെയായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളും ആളുമായിട്ട് കമ്പനിയായി. അങ്ങനെ ഞങ്ങളുടെ എന്തെങ്കിലും പ്രോഗ്രാമോ ഫോട്ടോഷൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആളെ തന്നെ വിളിക്കാൻ തുടങ്ങി. വിവേക് എന്നാണ് ആളുടെ പേര്. വളരെ നന്നായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്തു തരും. ഇനി ഞങ്ങൾ പിള്ളേരുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഹെയ്സുവിനെ കുടയൊക്കെ കൊടുത്തിങ്ങനെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഹെയ്ഡുവിനെയും, അവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് പാടാണ് അവരെ നിർത്തി പോസ് ചെയ്യിപ്പിച്ച് ഫോട്ടോ എടുക്കാനായിട്ട്. അതുകൊണ്ട് അവരെ കളിപ്പിച്ചും ഒക്കെ ക്യാമറയിലേക്ക് നോക്കുന്ന രീതിക്ക് നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. ഹെയ്ഡുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൻ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര ഉഷാറായി. അതുകൊണ്ട് കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ ഞങ്ങളുടെ ഈ ഫോട്ടോസൊക്കെ ഈ വീക്കെൻഡിൽ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട്. ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവേകിനെ നിങ്ങൾക്കും എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ തരുന്നതായിരിക്കും. കോതമംഗലം, മൂവാറ്റുപുഴ, കോലഞ്ചേരി, പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് വിവേകിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പ്രകൃതിയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി. കുറേയേറെ ഫോട്ടോസ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എടുക്കാൻ സാധിച്ചു. ഇനി ഇതിനു മുമ്പ് ഞങ്ങൾ വന്ന ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഭൂതത്താൻകെട്ട് ഡാം വേനൽക്കാലത്ത് ഷട്ടർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ പ്രദേശത്തെല്ലാം വെള്ളം കയറി കിടക്കും. എന്നാൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഷട്ടറുകളൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ ഈ പ്രദേശത്തുള്ള വെള്ളം മൊത്തം ഇറങ്ങിപ്പോകും.
അങ്ങനെയാണ് ഇങ്ങനെ മനോഹരമായ ഒരു പ്രദേശം ഉണ്ടാകുന്നത്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. വന്ന വഴി കൂടെ അല്ല തിരിച്ച് കയറി പോകുന്ന റോട്ടിലേക്ക് വേറെ ഒരു വഴിയുണ്ട്. അങ്ങനെ കയറി പോകുമ്പോൾ അവിടെയുള്ള ഒരു നാട്ടുകാരൻ്റെ ഒരു കമൻറ്റ് ഞങ്ങൾ കേട്ടു. ആരെങ്കിലും പ്രതീക്ഷിച്ചോ നമ്മുടെ ഈ പാടത്ത് ഇത്ര ആൾക്കാർ വരുമോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് എത്തി. ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. വളരെ നല്ല രീതിയിൽ ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോസ് എടുക്കാൻ സാധിച്ചു. ഞങ്ങൾ പോകുമ്പോഴും കുറേ ആൾക്കാർ ഇവിടെ കാണാനായിട്ടൊക്കെ വരുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഡ്രോൺ വീഡിയോസൊക്കെ ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിരുന്നു. ആ ഒരു ഹൈപ്പിൻ്റെ പുറത്താണ് ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. തിരിച്ചു പോകുന്ന വഴിക്ക് ചേലാട് പള്ളിയിൽ ഞങ്ങളൊന്ന് കയറി. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി.